ഹരേ കൃഷ്ണ. വൈകുണ്ഠത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കർക്കിടക മാസം എന്ന് പറഞ്ഞാൽ തന്നെ ദൈവീക അനുഗ്രഹത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു മാസമാണ്. ദോഷങ്ങളെല്ലാം മാറ്റി ഐശ്വര്യം നിറയ്ക്കുന്ന പുണ്യമാസമായാണ് നമ്മൾ മലയാളികൾ കർക്കിടക മാസത്തെ കണക്കാക്കുന്നത്. ഈ മാസത്തിലെ പ്രധാനപ്പെട്ട ആചാരങ്ങളിൽ ഒന്നാണ് നാലമ്പല ദർശനം. നാലമ്പല ദർശനത്തിന് ഒരുപാട് അർത്ഥങ്ങളും പുണ്യങ്ങളുമുണ്ട്. നാലമ്പല ദർശനം എന്താണ്? നാലമ്പല ദർശനം എന്ന് ഏതൊക്കെയാണ് ആ നാല് ക്ഷേത്രങ്ങൾ എന്നും നമുക്ക് നോക്കാം. രാമായണ മാസത്തിൽ രാമനാമ ജപത്തിലൂടെ നമുക്ക് ദുരിതങ്ങളിൽ നിന്നും മോചനം നേടാൻ പറ്റുമെന്ന് എല്ലാവർക്കും അറിയാം. രാമായണം വായിച്ചില്ലെങ്കിൽ പോലും നമ്മൾ രാമ 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 ചൊല്ലിക്കൊണ്ട് നടന്നാൽ തന്നെ അത് നമുക്ക് വലിയൊരു പുണ്യമാണ്. രാമന്റെയും സഹോദരന്മാരായ ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത്. നാലമ്പലങ്ങളിലെ പ്രധാന ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞു തരാം. തൃശൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ശ്രീരാമന് പ്രധാന പ്രതിഷ്ഠയായി ആരാധിക്കുന്ന ക്ഷേത്രമാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രം. ഭരതന് സമർപ്പിച്ചിരിക്കുന്ന ഇന്ത്യയിലെ അപൂർവമായ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഇരിങ്ങാലിക്കുടയിലുള്ള കൂടൽമാണിക്യ ക്ഷേത്രം. എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ലക്ഷ്മണന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് മുഴിക്കുളം ലക്ഷ്മണ പെരുമാൾ ക്ഷേത്രം. തൃശൂർ ജില്ലയിൽ ശത്രുഘ്നന് സമർപ്പിച്ചിരിക്കുന്ന ക്ഷേത്രമാണ് പായമ്മൽ ശത്രുഘ്ന ക്ഷേത്രം. ആയിരക്കണക്കിന് ഭക്തരാണ് കർക്കിടക മാസത്തിൽ ഈ ക്ഷേത്രങ്ങളിലൊക്കെ എത്തുന്നത്. ഈ വിശേഷപ്പെട്ട ദർശനം നടത്തുവാൻ ഈ ക്ഷേത്രങ്ങളിലൊക്കെ ഈ പുണ്യമാസത്തിൽ പോകുവാനുള്ള ഭാഗ്യം എല്ലാവർക്കും സിദ്ധിക്കട്ടെ. എല്ലാവർക്കും അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ. കാരണം നമ്മുടെ ദുരിതങ്ങളെല്ലാം മാറി സർവ്വ ഐശ്വര്യത്തിന് നാലമ്പല ദർശനം കാരണമാകും. എല്ലാവരും ചോദിക്കുന്നുണ്ട്, കർക്കിടക മാസത്തിൽ നമ്മൾ മുടങ്ങാതെ വീഡിയോസ് ഇടുന്നില്ല, അടുത്ത ദിവസത്തെ പൂജയെക്കുറിച്ചുള്ള വീഡിയോസ് ഇടുന്നില്ല. ഒന്നാമത്തെ കാരണം നമ്മൾ ഡെയിലി ക്ഷേത്ര ദർശനത്തിന് പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സമയം അങ്ങനെ പോവും. പിന്നെ പൂജകളും കാര്യങ്ങളും കഴിയുമ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് നിങ്ങളെ നേരത്തെ അറിയിച്ചുകൊണ്ടൊരു വീഡിയോ, അതായത് നാളത്തെ പൂജ ഇന്ന് അറിയിച്ചുകൊണ്ട് എനിക്കൊരു വീഡിയോ ഇടാൻ സാധിക്കുന്നില്ല. കാരണം നാളത്തേക്കുള്ള വീഡിയോ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പെങ്കിലും ഇട്ടാൽ മാത്രമേ നിങ്ങൾക്ക് നാളെ അത് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ അതിന് സാധിക്കാത്തത് കൊണ്ടാണ് വീഡിയോസ് കണ്ടിന്യൂസ് വരാനുണ്ടാകുന്ന ബുദ്ധിമുട്ട്. അപ്പോ തൃക്കൊടിത്താനം മഹാക്ഷേത്രത്തിന്റെ അടുത്താണ് ഞാൻ താമസിക്കുന്നത്, ചങ്ങനാശ്ശേരി. എനിക്കതുകൊണ്ട് ആ ക്ഷേത്ര ദർശനം എനിക്ക് ഭാഗ്യം കിട്ടുന്നുണ്ട്. രണ്ടാമത് ഇവിടുന്ന് അടുത്ത ആഴ്ച നാലമ്പല ദർശനം പോകുന്നുണ്ട്. അതിന്റെ ഒരു ഭാഗമാകാൻ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഡെയിലി പ്രാർത്ഥനാ വിഷയങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നവരുടെ കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രാർത്ഥനയിൽ ക്ഷേത്രത്തിൽ ഡെയിലി പൂജയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ഇന്നലെ ഭസ്മാഭിഷേകം വീട്ടിൽ ഭഗവാന് ഭസ്മം അർപ്പിച്ചുകൊണ്ട് ഭഗവാനെ മുരുകസ്വാമിയെ പ്രാർത്ഥിക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ഒക്കെ പേര് നക്ഷത്രമൊക്കെ പറഞ്ഞ് ക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുന്നിടത്ത് പൂജകൾ മുടങ്ങാതെ നടക്കുന്നുണ്ട്. എല്ലാവർക്കും ജീവിതത്തിൽ അതിൻ്റെതായ മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. പറ്റുവെച്ചാൽ നിങ്ങൾക്ക് സാധിക്കുവെച്ചാൽ ഈ നാലമ്പല ദർശനം ഒന്ന് ചെയ്യുക. എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ നമ്മളുടെ വടക്കോട്ടുള്ളവരുണ്ട്. നിങ്ങൾക്കൊക്കെ ഈസി ആയിട്ട് പറ്റും എന്നാണ് തോന്നുന്നത്. ഒരു ദിവസം തന്നെ നമുക്ക് ഈ 4 ക്ഷേത്രങ്ങളും പോകാൻ സാധിക്കണം. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഏവർക്കും സാധിക്കട്ടെ. ഒരു സംശയവുമില്ല. ഒരു വലിയ കാര്യം മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നാലമ്പല ദർശനം നിങ്ങൾ നടത്തിക്കോളൂ. തീർച്ചയായിട്ടും ഭഗവാൻ തിരികെ നിങ്ങൾ വീട്ടിലെത്തുമ്പോഴത്തേക്ക് അത് പൂർത്തീകരിച്ചില്ലെങ്കിലും അതിനുള്ള നടപടികൾ എടുത്തിട്ടുണ്ടാവും. ഇതൊക്കെ അനുഭവം കൊണ്ട് പറയാണ്. ജീവിതത്തിൽ ഒരുപാട് അനുഭവം ഉള്ളവർ നമ്മുടെ കൂട്ടായ്മയിലുണ്ട്. നമ്മളെല്ലാവരുടെയും കാര്യങ്ങൾ, അവർക്കുണ്ടായ അനുഭവങ്ങളൊക്കെ തുടർന്നുള്ള വീഡിയോയിൽ അറിയാം. അപ്പോ ഈ ചെറിയ ഒരു കാര്യം പറയാനായിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. അപ്പൊ എല്ലാവർക്കും നാലമ്പല ദർശനത്തിന് ഭാഗ്യം ഉണ്ടാകട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ
പ്രണതക്ലേശനാശായ ഗോവിന്ദായ